ദുഷ്ടന്മാരെ, നിങ്ങൾ എന്നെ വെള്ളത്തിൽ നിന്നും പിടിച്ച് കയറ്റിയില്ലടാ ദുഷ്ടന്മാരെ. ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാമാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഷിംഗ് ചലഞ്ചാണ്. അതും ബ്ലൂ ടീമും റെഡ് ടീമും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ചൂണ്ടയിടൽ മത്സരം നടത്താനായിട്ട് പോവാണ്. അതും ബ്ലൂ ടീമും റെഡ് ടീമും സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ മത്സരിക്കുന്ന ആൾക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ സമ്മാനങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും അധികം മീനെ പിടിക്കുന്നവർക്കുള്ള സമ്മാനമാണ് ഈ കാണുന്ന 50,000 രൂപ. അതേപോലെ തന്നെ ഏറ്റവും വലിയ മീനെ പിടിക്കുന്ന ടീമിനുള്ളത്, ടീം എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആരാണോ പിടിച്ചത് അവർക്കുള്ളതാണ് ഈ കാണുന്ന 10,000 രൂപ. അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മാനങ്ങൾ വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ചൂണ്ടൽ മത്സരത്തിനുള്ള തീറ്റ വാങ്ങണം, അതുപോലെ തന്നെ ചൂണ്ട വാങ്ങണം, ടങ്കീസ് വാങ്ങണം, ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ മത്സരം തുടങ്ങാനുള്ള പരിപാടി നോക്കിയാലോ. അപ്പൊ നമ്മുടെ ചൂണ്ട വാങ്ങിക്കാനായിട്ട് നമ്മൾ പോവാണ്. അപ്പൊ നമ്മുടെ എല്ലാ പരിവാരങ്ങളും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ കൃഷ്ണൻകോട്ട പാലം ഉണ്ട് ഈ കാണുന്നേ. ഞങ്ങളുടെ നാട്ടിൽ കൃഷ്ണൻകോട്ട പാലമാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ കൊടുങ്ങല്ലൂർ പോയിട്ട് അവിടെ നിന്ന് ചൂണ്ടക്കടയിലാണ് നമ്മൾ ഇന്ന് ചൂണ്ടയും അതുപോലെ മീന ഏരയായിട്ട് കൊടുക്കാനുള്ള തീറ്റയും ചൂണ്ടക്കുളത്തും ഫ്ലോട്ടും എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മത്സരം തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. സ്ഥലത്തി അപ്പൊ നമ്മുടെ ചൂണ്ടക്കടയിൽ വന്നേക്കട്ടെ. അപ്പൊ നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള ആംഗ്ലീഷ് 7 ചൂണ്ടക്കടയിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചൂണ്ട വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതെ നമ്മള് ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുള്ള വലയൊക്കെ അടച്ചിട്ടുള്ളത് നോക്കി. നമ്മുടെ വീശുവല ചൈനീസ് നെറ്റ് അണ്ടറിങ് ഒക്കെ അടിയിൽ വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ തൽക്കാലം വല എല്ലാം വാങ്ങിക്കുന്നത്, നമ്മളിന്ന് ചൂണ്ടയാണ് വാങ്ങിക്കാനായിട്ട് പോകുന്നത്. നോക്കി ഇവിടെ കുറെ വലകളുണ്ട്, അടിപൊളി. അപ്പോൾ നമ്മള് 4 ചൂണ്ടയാണ് മൊത്തത്തിൽ എടുക്കുന്നത്, 2 ടീമിനും കൂടിയിട്ട്. അപ്പൊ നമുക്ക് ചൂണ്ട നോക്കാം. നമ്മൾ ഇന്ന് ഇങ്ങനത്തെ ഈ ചൂണ്ടിന് എന്നിട്ട് പറയാ പോൾ റോഡ് അല്ലേ, റെഡ് അല്ലേ, ബ്ലൂ ഉണ്ട് കേട്ടോ, ബ്ലൂ. അപ്പൊ റെഡ് ടീമിന് റെഡ് ചൂണ്ട എടുക്കുന്നത്. അപ്പൊ ബ്ലൂ ടീമിന് ബ്ലൂ കിട്ടുമോ നോക്കാം നമുക്ക്. ബ്ലൂ കിട്ടി. അപ്പൊ നമുക്കുള്ള ചൂണ്ട കിട്ടിയിട്ടുണ്ട്. ഈ സംഭവം എങ്ങനെയാന്ന് അറിയോ, ഇങ്ങനെ കാണുമ്പോ ചെറുതാണെങ്കിലും ഇത് എത്ര അടി നീളം ചേട്ടാ? 7 അടി അല്ലേ, 7 അടി നീളോട്ടെ ഈ സാധനം. നോക്കി കണ്ടാ, നീണ്ട് ഇങ്ങനെ പോണണ്ട. ഓ, ഇത്ര നീളം തൂട്ടാ. ബോൾഡർ. അപ്പൊ ഇതും ഒരു സംഭവം വെച്ചാ നമ്മുടെ ഇതൊക്കെ ചുറ്റി വെക്കാനല്ല കേട്ടത്, നമ്മുടെ ടങ്കീസൊക്കെ ചുറ്റി വെക്കാനായിട്ട് ഒരു സംഭവം കണ്ടാ. സംഭവം അടിപൊളിയല്ല. അതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ നമുക്ക് ടങ്കീസ് ചുറ്റിട്ട് കുളത്തി വെക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഉള്ള ചൂണ്ടയായിട്ടുണ്ട്. പിടിച്ചോ, ബ്ലൂ ടീമിന് ബ്ലൂ, നമ്മുടെ നിങ്ങളുടെ റെഡ് ടീമിനുള്ള റെഡ്. അപ്പൊ ചൂണ്ട റെഡിയായി. ഇനി ചൂണ്ടയിൽ ഇടാനുള്ള ഏരിയ ആണ്. അപ്പൊ നമ്മളിത് ഈ കാണുന്ന ഏരിയയാണ് എടുക്കുന്നത്. സംഭവം ഇതിനാന്ന് പറയുന്നത്, നമ്മുടെ കരിമീനൊക്കെ ചൂണ്ടിടുമ്പോൾ മിക്സ് ചെയ്ത് ഇങ്ങനെ അപ്പം പോലെ ഉണ്ടാക്കൂലേ, അതിനുള്ള റെഡിമെയ്ഡ് തീറ്റയാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഫ്ലോട്ട് ഇട്ട, അതായത് നമ്മുടെ ചൂണ്ടയിൽ കൊത്തൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇടുന്നതാണ്. ഇത് കണ്ട ഭയങ്കര ചെറിയ ട്രിപ്പിൾ ഹുക്ക്. നമ്മുടെ ഇത് എന്ത് മീനെ പിടിക്കണാണ് ഏട്ടാ? കണമ്പിനെ പിടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പൊ ശരിയാട്ടാ, ബൈ. ഇനി നമ്മുടെ പരിപാടി തുടങ്ങാട്ടാ. ഇനിയിപ്പോ ഫുള്ള് കോമ്പറ്റീഷനാണ്. നമ്മുടെ റെഡ് ടീമും ബ്ലൂ ടീമും തമ്മിലുള്ള ചൂണ്ടിടൽ മത്സരം നമ്മൾ തുടങ്ങാൻ പോവാണ് അമ്പലത്തിൽ. അപ്പൊ നമ്മള് വീടെത്താറായി. വീടെത്തി കഴിഞ്ഞാൽ ഇനി ചൂണ്ട കെട്ടണം. ചൂണ്ട കെട്ടി കഴിഞ്ഞാൽ മീനെ പിടിക്കണം. മീനെ പിടിച്ചു കഴിഞ്ഞാൽ സമ്മാനം നമുക്ക് അല്ലെ, പിന്നെ നമുക്ക് കിട്ടും സമ്മാനം. നമ്മുടെ ലൈനിൽ ഫ്ലോട്ട് ഇടുന്നുണ്ട്. ഇങ്ങനെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഒരു വലി. ഇതാണ് ഫ്ലോട്ട്, വെള്ളത്തിന് മുകളിൽ പൊങ്ങണ സാധനം. എല്ലാവരും അങ്ങനെ നമ്മുടെ ചൂണ്ടയിടൽ മത്സരം തുടങ്ങാനായിട്ട് പോവാണ്. അപ്പൊ ടീം ബ്ലൂ, ടീം റെഡ്. ഓക്കെ, അപ്പം 2 ടീമുകളിലായിട്ട് 6 പേരാണ് ഇന്ന് മത്സരിക്കുന്നത്. 4 ചൂണ്ടകളുണ്ട്.
അപ്പോൾ 2 പേര് ചൂണ്ടിടുമ്പോൾ ഒരാൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കും ഒരു ടീമിൽ നിന്ന്. അപ്പോൾ ഈ കാണുന്ന ഐലൻഡിൽ നിന്നാണ് നമ്മളുടെ ചൂണ്ടിടൽ പരിപാടികൾ നമ്മൾ ബാക്കി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന 2 അക്വേറിയങ്ങളിലാണ് നമ്മൾ കിട്ടുന്ന മീനിടാൻ പോകുന്നത്. ബ്ലൂ ടീമിന് കിട്ടുന്ന മീൻ ഈ അക്വേറിയത്തിലും അതുപോലെ റെഡ് ടീമിന് കിട്ടുന്ന മീൻ ഈ ഒരു അക്വേറിയത്തിലായിരിക്കും ഇട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിനി തീറ്റ കുഴക്കണം അല്ലേ? തീറ്റ കുഴച്ചെടുത്തിട്ട് വേണം നമ്മളുടെ ചൂണ്ടിടൽ മത്സരം തുടങ്ങാൻ. ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചൂണ്ടിടൽ മത്സരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീറ്റ കുഴക്കാം അല്ലേ? തീറ്റ കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തീറ്റ കുഴക്കുന്ന പരിപാടിയാണ് ഇനി. അപ്പോൾ 2 ടീമിനുള്ള തീറ്റ ഞങ്ങൾ ബ്ലൂ ടീം തന്നെയാണ് കുഴച്ചു കൊടുക്കുന്നത്. കാരണം റെഡ് ടീമിന് ഇത് കുഴക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെയില്ലട്ടാ, വേണേ ഞാൻ കുഴച്ചുതരാം. കുഴക്കാൻ വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പാടാ. പിന്നെ ഓക്കെ, നല്ല മണം ഉണ്ട് ഇത് കുഴക്കുമ്പോൾ. പൈനാപ്പിളിൻ്റെ ഒക്കെ പോലത്തെ ഒരു മണം തന്നെ ഉണ്ട്. ഇതെന്താണ് വേറെ ഷേപ്പൊക്കെ പോലെയല്ല. അപ്പൊ മച്ചാന്മാരെ ഇനി നമ്മുടെ മത്സരം തുടങ്ങാൻ പോവാണ്. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചൂണ്ടിടൽ മത്സരമാണ്. അപ്പോൾ ഒരു ടീമില് 2 ചൂണ്ടകളാണ് ഒരേ സമയം വരുന്നത്. എന്നാ പിടിച്ച പോലെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, അവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അപ്പൊ ഈ ഒരു ടൈം തുടങ്ങി 1.5 മണിക്കൂർ നമ്മൾ ചൂണ്ടിട്ട് മീനെ പൊക്കാൻ പോവാണ് ഇവിടുന്ന്. എടാ നമ്മൾ ഇവിടെ തുടങ്ങിക്കോളാം, നമുക്ക് ഈ സൈഡ് പിടിക്കാടാ. കണ്ണിനൊക്കെ കുഴപ്പമില്ലട്ടാ. തീറ്റ അറിയാത്ത ആൾക്കാരാണ് നമ്മള്. ആദ്യമായി നമ്മുടെ ഏര കൊളുത്തുന്നു, എന്നിട്ട് ചൂണ്ടി ഇടണയ്ക്ക് മുമ്പ് മീനെ പിടിക്കണ. ഇപ്പൊ പിടിക്കാൻ പറ്റാ നമ്മള്. ആദ്യത്തെ മീൻ ആര് പിടിക്കോ നോക്കാം. ടീം റെഡ് പിടിക്കോ ടീം ബ്ലൂ പിടിക്കോ നോക്കാം. ഇത് മരത്തെ മഞ്ഞ പോയി, അതൊക്കെ പോവും. കൊറേ കോലാനുണ്ടല്ലോ. നമ്മുടെ ടീമിൽ നിന്ന് തീറ്റ കൊണ്ടാണ്. പ്രത്യേകം പൊടിയിട്ടെ കുഴച്ചെടുത്ത പൊടിയിൽ നിങ്ങൾക്ക് കുഴച്ചെടുക്കാറില്ല. പാത്രം എന്താ ഞങ്ങളുടെ നിർത്തണോണ്ടാ. ഞങ്ങളുടെ ആദ്യത്തെ മീൻ ഞങ്ങൾ ബ്ലൂ ടീം അടിച്ചിരിക്കുകയാണ്. മീനെ ഒരു എടുക്ക്. ബ്ലൂ ടീം അതിവിദഗ്ധമായി ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. മീനെ നമ്മള് നമ്മുടെ ടാങ്കിലേക്ക് വിട്ടിട്ടുണ്ട്. അടിയിലുണ്ട്. അങ്ങനെ ഇടോ നീ? മാവ് ഇതാവണ്ടേ, അല്ലാണ്ട് വെള്ളം പോലത്തെ സാധനം തന്നെ തീറ്റ ഇടുമ്പോഴേക്കും കുതിർന്നു പോയി. എന്ത് ചെയ്യാനാ? നീ ഇട്. നീ ഇന്നെങ്ങനെ കൊളത്തോ? സെറ്റ് ആവണ്ടേ? നീ ഫോൺ വിളിക്കടാ. ചൂണ്ട എങ്ങനെ പിടിക്കണ്ട? പിന്നെ ഞങ്ങളെ ബ്ലൂ ടീം ഇരകൾ കോർക്കുന്നു, വെള്ളത്തിലേക്ക് ഇടുന്നു. എന്തിട്ടത് ഏര പോയാള? ഞാനല്ല മിക്സ് ചെയ്താരാ തലെടുപ്പുള്ള മീനെ കിട്ടുന്നത്. പോടാ, ഞങ്ങക്ക് മീനെ കിട്ടിയടാ. അങ്ങനെ ഞങ്ങക്ക് അതിവിദഗ്ധമായിട്ട് ഒരു പരാലിനെ കിട്ടിയേക്കാണ്. നിങ്ങളുടെ പരള ചത്ത്. എടാ ഇടറാ നമുക്ക് കിട്ടിയടാ. അടിച്ചോട്ടോ. എന്താ ജിയോ ഒന്നും കിട്ടിയില്ലേ? എന്ത് കിട്ടും? കൊമ്പനെ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യടാ. എന്നാ വെയിറ്റ് ചെയ്തോ. എടാ അതിന്റെ അടുത്തത് കീര. നീ എന്താണ് കൊറേ നേരം ഫോൺ വിളിക്കാൻ നിൽക്കണത് ചൂണ്ടിട നേരത്ത്? അങ്ങനെ ഞങ്ങക്ക് 2 മീനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 മീനെ കിട്ടിയിട്ടുണ്ട്. എടാ പിടിക്കടാ. ഇപ്പൊ കിട്ടും മീൻ. അതെ 3 ആയില്ലേ? നിങ്ങക്ക് എത്ര 2 ആയിട്ടുള്ളൂ. കീരടാ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഞങ്ങക്ക് നോക്കിയടാ. മോനെ നോക്കടാ, കരിമീനടാ. കരിമീൻട്ടാ. ഇനി വെക്കണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വെക്ക്. അതിന്റെ മുകളിൽ വെക്കലൊന്നുമില്ല. മീനിന്റെ എണ്ണത്തിനാണ് കണക്ക്. വലിപ്പത്തിന് കണക്കായിരുന്നു പറഞ്ഞിട്ടില്ല.
അടുത്തത് കിരണ് ജൂവനയില് മീനുകളെ മാത്രം നോക്കി പിടിക്കണം. എന്താണത്? ജനിച്ചിട്ടായിട്ടുള്ളൂ കേട്ടാ. എടാ അതല്ല നമ്മുടെ കണക്ക്. എത്രത്തോളം മീനെ പിടിക്കുന്നു അതാണ് കണക്ക്. അതന്നെ കിര ഞാൻ പറഞ്ഞിട്ടോട്ടാ വിമാന പ്രശ്നം. ഞാൻ കരകെ വന്നിട്ട് വീടെടുക്കുള്ളൂട്ടാ. ആ ടീം വർക്ക് ഇല്ലല്ലേ? ടീം വർക്ക് ഇല്ല. നമ്മ ചോദിച്ചാ അപ്പൊ തന്നെ കൊടുക്കും. നീ അവിടെ ഉരുട്ടിക്കൊണ്ടിരിക്കല്ലേ? ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിച്ചപ്പോ തന്നെ പിന്നെ കൊണ്ടുവന്നടാ. നീ അത് ചെയ്യോടെ ശരി. രക്ഷാപ്രവർത്തനം നടത്തി. അവരുടെ നല്ലല്ലോ. നല്ല പുള്ളിയുള്ള പൂവാലി പരലിനെയാണ് ഞങ്ങളുടെ ചുവന്ന വാലുള്ള പുള്ളിയുള്ള വലിയ മീൻ. മീനൊക്കെ പോയി. എന്തൊക്കെ നടക്കണം? കിട്ടി എല്ലാം കൊമ്പന്മാർന്ന്. നമ്മുടെ നിങ്ങളുടെ ഇല്ല. കൊത്തി കൊത്തി ഇതെങ്ങനെ ഗ്യാപ്പിൽ കൂടെ പോയത്? നോക്കിക്കോ ഇടയ്ക്ക്. ഞങ്ങ പൊളിക്കാണ് നോക്കണം. ചൊമ്പട്ടിയിലെ ചില ആൾക്കാർ തോറ്റ് പിന്മാറിയിട്ടുണ്ട്. കരിമീൻ. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ കരിമീനെ കിട്ടിയിരിക്കുകയാണ്. കാണാൻ പറ്റുന്നൊരു മീനെ കൊണ്ട് കാണാനൊക്കെ പറ്റും അല്ലേ? എടാ ഇത് വേറെന്തൊരു മീനാണത്? എന്ത് മീനാണത്? ഇയാള് ബോളിലിട്ടെ പണിയാണ്ടാ. ഇത് കാണോ മീൻ എന്തോ കാര്യമായിട്ട് പറയണ്ടല്ലോ എഡ്വിനെ നിന്റെ അടുത്ത്. ബ്ലൂയിലേക്കിട്. ദുഷ്ടന്മാരെ, നിങ്ങൾ എന്നെ വെള്ളത്തിൽ നിന്നും പിടിച്ച് കയറ്റിയിടാ ദുഷ്ടന്മാരെ. രാത്രി ചൂണ്ടിട്ട് നേരം പെട്ടെന്നാണ് ഇരുണ്ട് പോണപ്പോ ആറോടെ നമുക്ക് ഇട്ടാ വീണ്. മോനെ മോനെ കാണടാ പെടപെടക്കണ കരിമീൻ. അറിയാടാ അംഗീകരിക്കാൻ പഠിക്കും. കൈപ്പത്തി അതെ അവിടെ കരിമീൻ കിട്ടിയ ഇല്ല. എന്തുട്ടത് നേരം തെറ്റിയപ്പ സാധനം കിട്ടിട്ടാ. നമ്മുടെ ടൈം എത്ര കഴിയാറായി നോക്കിയാ? അങ്ങനെ മച്ചാന്മാരെ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 2 അക്വേറിയങ്ങളായിട്ട് നമുക്ക് കിട്ടിയ മീനുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ നോക്കുമ്പോ എണ്ണം വെച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല ഏത് ടീമിലാണ് കൂടുതൽ മീൻ. കാരണം അത്യാവശ്യം മീനുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ നീല ടാങ്കില് വലിയ മീനുണ്ട്. അതുകൊണ്ട് മറ്റേ സമ്മാനം നമുക്ക് ഉറപ്പായി. ഏത് ഏറ്റവും അത് തൂക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണം തൂക്കി കാണിക്കണം? വേണ്ട. അപ്പൊ ഇനി എണ്ണം മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോ ഈ ടാങ്കില് ഇത്രയും മീനുണ്ട്, ഇപ്പുറത്തെ ടാങ്കില് ഇത്രയും മീനുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് എണ്ണി നോക്കാം. അപ്പൊ ആദ്യം നമ്മളിത് റെഡ് ടീമിന്റെ ആണ് എണ്ണ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോ റെഡ് ടീമിന്റെ 1 കളയണോ 2 ഇത് ഞാൻ പിടിച്ചതാ പള്ളക്ക് കുത്തിയത് 3 4
അങ്ങനെ നമ്മുടെ റെഡ് ടീമിന് കിട്ടിയിരിക്കുന്നത് 13 ഇനി നമുക്ക് ബ്ലൂ ടീമിന് നോക്കാം. ബ്ലൂ ടീമിന് കിട്ടിയിരിക്കുന്നു 10,000 രൂപയുടെ വലിയൊരു കരിമീൻ. 10,000 രൂപയുടെ വലിയ കരിമീൻ. 10,000 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ചത്. അപ്പൊ 1 അത് സൂക്ഷിക്കണം കേട്ടോ, അത് പോയാൽ നഷ്ടമാവും. ഇല്ലടാ ചത്തത്. 2 4 പിടിക്കടാ മോനെ. രണ്ടെണ്ണത്തിന്റെ മുഖം നോക്കുന്നത് ഞങ്ങളുടെ രീതികളും മീണ്ട ചാടിപ്പോയി പറഞ്ഞു തട്ടിക്കളയല്ലേ. ഞാൻ പറയാം, ഞങ്ങളുടെ 2 കരിമീൻ പോയായിരുന്നു, 3-4 പരല് പോയായിരുന്നു. എടാ കരിമീൻ കിട്ടിയായിരുന്നില്ല? നിങ്ങൾക്ക് ഒരു കരിമീനല്ലേ പോയത്? ഒരു മീനാ പള്ളത്തി കരിമീൻ പറഞ്ഞു ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്തേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരാണ് പവർ ടീം? പാവം റെഡ് ടീം ഒരു സമ്മാനം കിട്ടിയില്ല എന്നുള്ളതാണ്. ക്യാമ്പിങ്ങിൽ തോറ്റപ്പോഴേ തന്നെയാണ് പറഞ്ഞേ. രണ്ടാമത്തേനോ സമ്മാനദാനം നമുക്ക് വെളുപ്പിന് നടത്താം അല്ലേ പ്രവീണേ? ഇതിന്റെ സമ്മാനദാനം ഇത്രയും ഇരുട്ടിയത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ നടത്തുന്നില്ല. നമ്മളിനി പോയി കുളിച്ച് സുന്ദരനെ കേട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ട് നാളെയാണ് സമ്മാനദാനം. സമ്മാനദാനം വാങ്ങിക്കുന്നത് ടീം ബ്ലൂ തന്നെയാണ് അല്ലേടാ? അവനെവിടെ വേറൊരുത്തൻ മീനുകളെ രക്ഷപ്പെടുത്തത്? പൊക്കോ കരിമീൻ ഒഴികെ ബാക്കി എല്ലാ മീനുകളും. കരിമീന് മാത്രം പ്രത്യേകത. കരിമീന് നല്ല ടേസ്റ്റുള്ള മീനാണ്. പച്ച കളറുള്ള പുള്ളി പരല്ല നമ്മള് അങ്ങനെ നോക്കിയാ വെട്ടടിച്ചടാ. രക്ഷപ്പെട്ടു മോനെ, രക്ഷപ്പെട്ടോ. ജീവനുള്ളത് അതത്രേ ഉള്ളൂ. ചൂണ്ടിടായിട്ട് പിടിക്കാൻ ആർക്കും പറ്റി കൈയിട്ടാരും എല്ലാ മീനെ രക്ഷിച്ചേ പോട്ടെ. പള്ളത്തിനെ കൂടി വിട്ടേക്കടാ. അതിന് പോണ്ട, ഇതിപ്പോ നമ്മുടെ അടുക്കളയ്ക്ക് പോട്ടെ എന്തായാലും. മഞ്ഞപ്പൊടി മുളകൊടിയൊക്കെ കാണാൻ താല്പര്യമുണ്ട് അതിന്. എണ്ണയിൽ കിടക്കണം അത്രേ. എണ്ണത്തോണിയിൽ കരിമീന് കിടക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണ് കരിമീൻ പറയുന്നേ. ആയ് എന്താ വിളിക്കണ്ട് തെറിയണം പ്രവീണേ. അവനെ രക്ഷിക്കാൻ നോക്കണ്, കൃത്രിമ ശ്വാസം കൊടുക്കാൻ. കൃത്രിമ ശ്വാസം കൊടുത്താടാ. കരിമീന്റെ ഫുഡ് എന്തിട്ടാണ്? അപ്പൊ മച്ചന്മാരെ നമ്മളുടെ ചൂണ്ടയിടൽ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആരാണ് പ്രവീണ വിജയ്? ബ്ലൂ ടീം. റെഡ് ടീമാണ്. അപ്പൊ ബ്ലൂ ടീമാണ് ചൂണ്ടയിടൽ മത്സരം വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ മീനെ കിട്ടിയവർക്കാണ് ഞങ്ങക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ മത്സരം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സമ്മാനദാനം. അപ്പൊ സമ്മാനദാനം നിർവഹിക്കാനായി പ്രവീണെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനദാനം. അങ്ങനെ നമ്മുടെ ഫിഷിംഗ് ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിന് കയ്യൊന്നും കൊട്ടണ്ട എന്നിട്ട്. അങ്ങനെ നമ്മുടെ ചാലഞ്ച് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് നമ്മൾക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കി കൊടുത്തിരിക്കുകയാണ്. ഉള്ളിൽ മീനൊക്കെ കരഞ്ഞിട്ടൊന്നുമില്ല. അത് തന്നെ ഞങ്ങൾ വിട്ടുകൊടുത്തതാണ്. അതുകൊണ്ട് എവിടെ കരണ്ട് കാണിച്ച അതൊന്നുമില്ല. അങ്ങനെ 1ാം സ്ഥാനം ലഭിച്ച ബ്ലൂ ടീമിന് 50,000 രൂപ ക്യാഷ് പ്രൈസ്. ഇനി അടുത്തതായി ഏറ്റവും വലിയ മീനുള്ളത് അത് ഞാനാണ്. അല്ല, നിങ്ങൾക്കും ഇല്ലേ മീനാ? നമ്മുടെ വലിയ കോരനെ കിട്ടിയ. അതെ,
നീട്ടം കൂടിയ കോല കിട്ടി. നീളല്ലേ നോക്കട്ടെ, വലിപ്പം നീളല്ലേ നോക്കാം. അത് മറ്റേതില് പറഞ്ഞിട്ടുണ്ടായില്ല, വലിയ മീൻ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. നീളം നീളം കോലാനാണ്. അങ്ങനൊന്നുമില്ല, അവൻ ഇത് കോല എത്ര ഉണ്ടായിരുന്നു. നമ്മുടെ കോലാന് ഇതൊന്നും പറഞ്ഞില്ലട്ടാ പഠിക്കാൻ വേണ്ടിട്ട്. നിയമത്തിൽ അതും പറഞ്ഞിട്ടുണ്ടായില്ല, നിയമം പറയാൻ മര്യാദക്ക് പറയണം. അപ്പോ വലിയ കോലാനെ പിടിച്ച് വലിയ മീൻ കരസ്ഥമാക്കി എന്ന് പറയുന്ന റെഡ് ടീമിന് പ്രോത്സാഹന സമ്മാനമായി 10,000 രൂപ. കള്ളന്മാരട്ടാ, ഇന്നലെ മിണ്ടിയില്ല, ഞങ്ങളാണ് വലുത് പറഞ്ഞിട്ട്. ഇന്ന് നോക്കിയേ ഉഡായിപ്പ്. ഇന്നലെ രാത്രി ഇത് പ്ലാൻ ചെയ്ത് തോന്നല്. കള്ളന്മാര് കള്ളന്മാര് ഇല്ല. അതുകൊണ്ടല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ഇതിനെ പിടിച്ച കോലാനെ പിടിച്ച കരിമീനെ പിടിക്കാതെ. അപ്പൊ മച്ചന്മാരെ, ഇന്നത്തെ ഫിഷിംഗ് ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതുപോലത്തെ ചലഞ്ച് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. അത് അടുത്ത ഇടിപൊട്ടാനുള്ള സാധനം ഉണ്ട് അവിടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചന്മാരെ, ഇതിലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ വച്ചൻ പ്രവീൺ, അതുപോലെ ടീം ഫോട്ടോക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് signing out. ഇത് പിടിച്ചട കുട്ടാ.